കർത്താവ് ഇങ്ങനെ ഒരവസരം കൂടെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗലാത്യ ലേഖനം കൃപയും വിശ്വാസവും ഒരു സൈഡിൽ, ന്യായപ്രമാണം, ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ കർമ്മം മറുവശം തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു ആത്മശ്വാസിയ ഗ്രന്ഥമാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ആരെങ്കിലും ദുരുപദേശം അത് മുറുകെ പിടിക്കാൻ സാധ്യതയുള്ളപ്പം അവരോട് എങ്ങനെയാണ് ആശയവിനിമയം ചെയ്യേണ്ടത്? അതിന്റെ നല്ലൊരു മാതൃകയാണ് ഗലാത്യയിലെ 1-ാം അധ്യായത്തിൽ ഇൻട്രൊഡക്ഷൻ, 2-ാം അധ്യായത്തിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ, കുറച്ച് പ്രബോധനം, 3-ാം അധ്യായമായതോടെ ഡയറക്ട്ലി ഉപദേശമാണ്. ന്യായപ്രമാണത്തെയും വിശ്വാസത്തെയും കൂടെ തുലനം ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 3. 2-ാം അധ്യായത്തിൽ നാം കണ്ടു ഈ മതപരമായ ചടങ്ങുകൾ, അത് മനുഷ്യൻ അതിനോടൊരു ചായ്വാണ്. ഈ ചായ്വിന്റെ കാരണം കൊണ്ടാണ് ഗലാത്യയിലുള്ളവർ പെട്ടെന്ന് വീണുപോയത്. ഈ ചായ്വുള്ളത് കൊണ്ടാണ് യെരുശലേമിൽ ദൈവവചനം വ്യക്തമായിട്ട് ഇതൊരു നവീന യുഗമാണെന്നും ഇവിടെ ന്യായപ്രമാണം ഇല്ലെന്നും ഇവിടെ യഹൂദനും യവനനും തമ്മിലുള്ള അന്തരം ദൈവം മാറ്റി എന്ന് പറഞ്ഞിട്ട് പോലും യെരുശലേമിൽ ഉപദേശ വിഷയത്തെക്കുറിച്ച് ചർച്ച നടന്നപ്പോൾ പരീശ പക്ഷക്കാർ എഴുന്നേറ്റ് വിജാതിയർ പരിച്ഛേദന ഏൽക്കണമെന്ന് ആർഗ്യൂ ചെയ്തു. ശക്തമായിട്ട് ആർഗ്യൂ ചെയ്തു. പത്രോസ് അവിടെ ഉണ്ടായിരുന്നു, മറ്റു പല സീനിയർ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു, യാക്കോബ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ പ്രസൻസിൽ ഇവർ എഴുന്നേറ്റ് ആർഗ്യൂ ചെയ്തു. ഫൈനലി ദൈവാത്മാവിന്റെ പ്രേരണയോടെ യാക്കോബാണ് എഴുന്നേറ്റ് നിന്ന് വിഷയം ക്ലിയർ ആക്കിയത്. സോ മനുഷ്യന് എന്നും ഈ ആചാരാനുഷ്ഠാനങ്ങൾ, ചടങ്ങുമായിട്ടൊരു ചായ്വുണ്ട്. അങ്ങനെ ചായ്വുള്ളതിന്റെ കാരണം കൊണ്ട് മറ്റ് പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവർ, നമ്മളെല്ലാവരും മറ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ് എന്ന് ഞാൻ ഓർപ്പിക്കും. വേർപാട് സഭയിൽ 2-ാമത്തെ 3-ാം തലമുറ വേർപാടുകാരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അവരുടെ സംഖ്യ വളരെ കുറവാണ്. വേർപാടിൽ ഒരു നല്ല ശതമാനം ആളുകൾ ഒന്നീ കത്തോലിക്കയെന്ന്, അല്ലേ യാക്കോബായിന്ന്, അല്ലെങ്കിൽ മാർത്തോമയിന്ന്, അല്ലേ ഹിന്ദു മതത്തിൽ, അല്ലേ ഇസ്ലാമിൽ നിന്ന്, അല്ലേ ബാപ്റ്റിസ്റ്റിൽ നിന്ന്, അല്ലേ പെന്തിക്കോസ്തുകാരിൽ നിന്ന് വന്നവരാണ്. ആ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ചടങ്ങുകളെ ഇവിടെ ഇറക്കുമതി ചെയ്യാൻ സാധ്യത വളരെ അധികമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കണം. അങ്ങനെ ഉള്ള ഈ വിശ്വാസികൾ പരീശന്മാരെ പോലെ ആയിത്തീരണം എന്നുള്ള ആ കാര്യങ്ങളെയൊക്കെ ഗലാത്യ ലേഖനം പറഞ്ഞ രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ദൈവവചനം ഓർപ്പിക്കും. 3-ാം അധ്യായം ന്യായപ്രമാണവും വിശ്വാസവും തമ്മിലുള്ള അന്തരത്തെ വ്യക്തമായിട്ട് കാണിക്കുന്നു. അതിൽ 1-ാമത്തെ സെക്ഷൻ 1 തൊട്ട് 5 ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1 തൊട്ട് 5 വിശ്വാസത്തെ ത്യജിച്ച് ന്യായപ്രമാണത്തിന്റെ പുറകെ പോകുന്നത് അവിവേകമാണ്, ബുദ്ധിശൂന്യമായ ഒരു കാര്യമാണ്. ഞാൻ ആ പോയിന്റ് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം. 3-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം വാക്യം 1 തൊട്ട് 5 വരെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ രക്ഷ, അതിന് ആ വിശ്വാസത്തെ വിട്ട് ന്യായപ്രമാണത്തിന്റെ പുറകെ പോകുന്നത് അവിവേകമാണ്, ബുദ്ധിശൂന്യമായ കാര്യമാണ്. ഇതാണ് ഈ 5 വാക്യങ്ങൾ ഓർപ്പിക്കുക. അതിൽ ആദ്യത്തെ വാക്യം, ബുദ്ധിയില്ലാത്ത ഗലാത്യർ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1-ാം അധ്യായത്തില് അവരെ അങ്ങനെ വഴക്ക് പറഞ്ഞു. കറക്ഷൻ ഡയറക്ട്ലി അല്ലായിരുന്നു, ഇൻഡയറക്ട്ലി ആയിരുന്നു. എന്നാല് ആ പശ്ചാത്തലം റെഡിയായി കഴിഞ്ഞതോടെ ഡയറക്ട്ലി ദൈവാത്മാവ് അവരെ അഭിസംബോധന ചെയ്യുന്നു. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. കുറെ സ്ട്രോങ് വേർഡ്സ് ആണ് ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, ദൈവാത്മാവ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആ വളരെ സ്ട്രോങ് വേർഡ്സ് ഉപയോഗിക്കുന്നതിന് മുൻപ് ദൈവാത്മാവ് ആദ്യത്തെ 2 അധ്യായങ്ങളിൽ വേണ്ട പ്രിപ്പറേഷൻ ചെയ്തതായിട്ട് നമ്മൾ കാണും. ഇവിടെ 2-3 സ്ട്രോങ് പദപ്രയോഗം കാണുന്നുണ്ട്. 1 ബുദ്ധിയില്ലാത്തവർ, 2 ക്ഷുദ്രം ചെയ്ത് നമ്മൾ ഈ 2 വാക്കുകളും പഠിച്ചു പോകുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന ആദ്യമേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് ദൈവാത്മാവ് ഉപയോഗിച്ചിരിക്കുന്നതിന് 2 കാരണമുണ്ട്. 1, അതായിരുന്നു ഗലാത്യയിലെ സത്യം. ബുദ്ധിയില്ലാത്തവരെ പോലെയാണ് അവർ പ്രവർത്തിച്ചത്. 2, കൃപയുടെ സുവിശേഷത്തെ വിട്ട് ഈ മതാനുഷ്ഠാനങ്ങളുടെ പുറകെ ഓടിപ്പോകുന്ന വിശ്വാസി ഘോഷന, ബുദ്ധിയില്ലാത്തവർ. വേർപാട് സഭയിലും
സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയെന്നുള്ളത് വിട്ടിട്ട് ആചാര അനുഷ്ഠാനങ്ങളുടെ പുറകെ ഓടുന്ന ഒരു പ്രവണത കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കേരള വേർപാടുകാരുടെ ഇടയ്ക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ വേർപാട് പ്രസ്ഥാനം വരുന്നതിന് 50 വർഷം മുമ്പാണ് ഇംഗ്ലണ്ടിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത്. അവിടെ പ്രസ്ഥാനം തുടങ്ങി അധികം താമസിക്കാതെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിത ഒരു വേർപാട് മൂവ്മെന്റ് വേർപാടുകാരിൽ നിന്ന് മാറിപ്പോയി. അവരാണ് എക്സ്ക്ലൂസീവ് ബ്രദറൻ. അവരെ ഈ ക്രിസ്ത്യാനിറ്റിയും ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഒരു കൾട്ടായിട്ടാണ് ക്ലാസിഫൈ. അപ്പം നമ്മൾ വേർപെട്ടു എന്നും കണ്ട് വേർപെടേണ്ട കാര്യങ്ങളിൽ നിന്ന് വേർപെട്ടു, അല്ലെ വേർപെട്ട് നിൽക്കും എന്ന് നിർബന്ധമില്ല. ഇംഗ്ലണ്ടിലെ വേർപാട് പ്രസ്ഥാനം തുടങ്ങി അധികം താമസിക്കാതെ തന്നെ ഒരു ഗ്രൂപ്പ് ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ വിട്ട് ആചാര അനുഷ്ഠാനത്തിൽ അധിഷ്ഠിത വേർപാട് പ്രസ്ഥാനം ഒരു വേർപാട് മൂവ്മെന്റ് ആയിട്ട് വേർപാടുകാരിൽ നിന്ന് അങ്ങ് മാറുകയും എക്സ്ക്ലൂസീവ് ബ്രദറൻ അറിയപ്പെടുകയും അവിടെ എല്ലാ കാര്യങ്ങളും ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമാണ്. പഴയ നിയമത്തിലെ ആചാര അനുഷ്ഠാനങ്ങളല്ല. അതാണ് പ്രത്യേകത. മനുഷ്യനിർമ്മിത ആചാര അനുഷ്ഠാനങ്ങളാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്തീയ സഭകളെ പഠിക്കുന്ന ഈ ഗവേഷകർ അവരെ ഒരു കൾട്ടായിട്ട് ക്ലാസിഫൈ. ഗലാത്യരുടെ കാര്യത്തിൽ അവർ ദൈവം അവർക്ക് നൽകിയത് അത് വിട്ടിട്ട് പഴയ നിയമത്തിന്റെ പുറകിൽ പോയതായിട്ട് നാം കാണുന്നു. അത് വളരെ ഷോക്കിംഗ് ആണ്. കാരണം ദൈവാത്മാവ് സുവിശേഷം അവരുടെ മധ്യേ എത്തിയപ്പോൾ ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് ഇത് ദൈവവചനമാണെന്നും ഇതാണ് ദൈവവചനം, ഇതൊരു നവീന യുഗമാണെന്നും ഈ നവീന യുഗത്തിലെ സന്ദേശം രക്ഷ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെയാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള ദൈവാത്മാവ് കാണിച്ചു കൊടുത്തു. പല രീതിയിലുള്ള അത്ഭുതങ്ങളിൽ കൂടെ ഇത് സത്യമാണെന്ന് ഇതാണ് സത്യം എന്നും വ്യക്തമാക്കി കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടും അവർ ഭോഷത്വം കാണിച്ച് പഴയ നിയമത്തിലെ ആചാര അനുഷ്ഠാനത്തിലേക്ക് മടങ്ങി. അത് ഷോക്കിംഗ് ആയതുകൊണ്ടാണ് ദൈവാത്മാവ് പറയുന്നത് ഇത് ക്ഷുദ്രം ചെയ്തതുപോലെ ആയല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്ഷുദ്രപ്രവർത്തികൾക്കുണ്ട് കുറെ ഏറെ ശക്തി. വിശ്വാസികളെ സ്വാധീനിക്കത്തില്ല. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വിശ്വാസികളെ സ്വാധീനിക്കത്തില്ലെങ്കിൽ ഒരു വിശ്വാസി തന്റെ വിശ്വാസത്തെ ത്യജിച്ച് വിജാതീയ ദേവീ ദേവന്മാരെ ആരാധിക്കുവാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ക്ഷുദ്രപ്രവർത്തനം ആ വ്യക്തിയെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ളതൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് ദൈവാത്മാവ് പറയുന്ന ഇത് ക്ഷുദ്രം ചെയ്തതുപോലായി പോയത്. പോകുന്ന വഴിക്ക് നിങ്ങൾ തെറ്റായ വഴിയെ ഇപ്പൊ നടക്കുവാന്ന്. ദൈവജനത്തിന്റെ കഴിഞ്ഞ 6000 വർഷത്തെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തം. ശരിയായ വഴിയെ പോകുന്നതിന് പകരം തെറ്റായ വഴിയിലോട്ട് പോകുന്ന പ്രവണത വളരെ അധികമാണ്. 36-ാം അധ്യായത്തിൽ നമ്മൾ അത് കാണുന്നു. ശിംശോന്റെ ജീവിതത്തിൽ കാണുന്നു. സ്വർണ്ണക്കിടാവിനെ അവർ നിർമ്മിച്ചതിൽ നാം കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ കാലം വന്നപ്പോഴത്തേക്ക് ദേവാലയത്തിൽ തന്നെ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചതായിട്ട് നാം കാണുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകത്തിൽ ഏറ്റവും അധികം ബുദ്ധിയും പരിജ്ഞാനവും ലഭിച്ച ശലോമോൻ തന്റെ രാജ്ഞിമാർക്ക് ദേവാലയങ്ങൾ പണിതു കൊടുത്തു എന്ന് മാത്രമല്ല, ശലോമോൻ ആ ദേവാലയങ്ങളിൽ പോയി ഈ വിജാതീയ സ്ത്രീകളുടെ ദേവന്മാർക്ക് അവിടെ ധൂപം കാട്ടിയതായിട്ട് ദൈവവചനം പറയുന്നു. ഇപ്പം ഒരു വിജാതീയ സ്ത്രീയെ കല്യാണം കഴിച്ചു, വലിയ ശല്യമാ, അവക്കൊരു ദേവാലയം ഉണ്ടാക്കി കൊടുത്തു. അത് അനുവദനീയമല്ല എന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആ ദേവാലയങ്ങളിൽ ശലോമോൻ പോയി അവിടെ ചെന്ന് ഓരോന്നൊക്കെ അർപ്പിച്ചതോ അത് അതിന്റെ മാക്സിമം ആണ്. ഇത് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന ചില ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളത് രാജാക്കന്മാര് ഭരിച്ച കാലയളവ്. അത് ഏകദേശം 600-ൽ പരം വർഷങ്ങൾ നീണ്ടു. ആദ്യമേ ദൈവജനം ഒരു രാജ്യമായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടായിട്ട് മാറ്റപ്പെട്ടു, ഡിവൈഡ് ചെയ്തു. ആ സ്പ്ലിറ്റ് ചെയ്തതിൽ ഇസ്രായേലിൽ നടന്നൊക്കെ അത് ഒന്ന് വായിക്കേണ്ടതാണ്. എന്നാൽ യൂദായിലും ചുരുക്കം ചില രാജാക്കന്മാരല്ലാതെ ബാക്കി രാജാക്കന്മാർ ഇത് തന്നെ ചെയ്തു. അതിൽ ചില അധ്യായങ്ങളൊക്കെ പഴയ നിയമത്തിൽ നിന്ന് വായിക്കുമ്പോൾ വളരെ ഷോക്ക് ഉണ്ടാകും. ദേവാലയത്തിന്റെ സ്റ്റെപ്പിൽ ബൗണ്ടറിയിൽ ഇന്നതായിരുന്നു, സ്റ്റെപ്പിൽ ഇന്നതായിരുന്നു, ഉള്ളിൽ ഇന്നതായിരുന്നു. ദൈവജനം
എന്നും കഴിഞ്ഞ 6000 വർഷത്തെ മനുഷ്യന്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ കൃപയുടെ സന്ദേശം മനസ്സിലാക്കി രക്ഷ പ്രാപിച്ചാലും പഴയ നിയമത്തിലെ വിശ്വാസികളാണെങ്കിലും പുതിയ നിയമത്തിലെ വിശ്വാസികളാണ്, അവരുടെ ചായ്വ് എന്നും മനുഷ്യ നിർമ്മിത ആചാര അനുഷ്ഠാനങ്ങളിലേക്കാണ്. അതിന്റെ മാക്സിമത്തിൽ എത്തുമ്പോഴാണ് അവർ വിഗ്രഹാരാധനയിൽ പെടുന്നത്. വേർപാട് സഭയിലും വിഗ്രഹാരാധന തുടങ്ങിയായിരുന്നെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കേരള വേർപാടുകാരുടെ ഇടയ്ക്ക് ഒരു 30 വർഷം മുമ്പ് ഹിന്ദു ദേവനായ ബ്രഹ്മാവിന്റെ മറ്റൊരു പേരാണ് പ്രജാപതി. സ്വന്തം മകളുമായിട്ട് സെക്സിൽ കൂടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് പ്രജാപതി. അതിനുവേണ്ടി ഞാൻ അവരുടെ ഹിസ്റ്ററി എടുത്തു പറയുവാണ്. അതിനുവേണ്ടി ദേവന്മാരെല്ലാരും കൂടെ ചേർന്ന് വധിച്ചതാണ് പ്രജാപതി. ആ പ്രജാപതിയെ നമ്മുടെ ആളുകൾ ആരാധിക്കുന്നുണ്ടായിരുന്നു. ഇന്നില്ല, ദൈവം സഹായിച്ചു, പ്രജാപതി നമ്മുടെ ഇടയ്ക്ക് നിന്ന് കുടിയിറങ്ങിപ്പോയി എന്നുള്ളത് സംശയമില്ല. എന്നാൽ 30 വർഷം മുൻപ് ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് നമ്മുടെ അറിയപ്പെട്ട പല സഹോദരന്മാർ പ്രസംഗത്തിൽ കൂടെയും അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ ആ പഴയ നിയമത്തിൽ കാണുന്നത് തന്നെയാണ്. അതിന്റെ ഒരു വകഭേദമാണ് ഗലാത്യയിൽ കാണുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സത്യസുവിശേഷം അറിഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിയില്ലാത്ത ആളുകളെ പോലെ ഗലാത്യയിൽ ഉള്ളവര് പ്രവർത്തിച്ചു, നമ്മളും പ്രവർത്തിക്കാറ്. അത് ക്ഷുദ്രം ചെയ്തതുപോലെയാണ് അവരതിന്റെ പുറകെ പോകുന്നത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭകളിലും നാം കാണും. ഇതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യൻ പെട്ടെന്ന് മറ്റുള്ളവർ ക്ഷുദ്രം ചെയ്തതുപോലെ അതിന്റെ പുറകെ അങ്ങ് ഓടാൻ തയ്യാറാ, വിശ്വാസികൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. അതല്ലാതെയും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കൂട്ടുകെട്ട് ശരിയല്ല, നമ്മുടെ ആരുമായിട്ടാണ് കൂട്ടുകെട്ട്, അതിനനുസരിച്ചും റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം ഓർപ്പിക്കണം. അതുപോലെ തന്നെ വിശ്വാസികൾ അവിശ്വാസികളുമായിട്ട് ഇണയല്ല പിണ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട് വളരെയധികം കാണുന്നു. ഈ സഭകളുടെ ഐക്യം അല്ലെ എക്യൂമെനിസം, അതിന്റെ പുറകെ പോകുന്നവരും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. ബാംഗ്ലൂരില് യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് എന്ന് പറഞ്ഞ കോളേജ് 40 വർഷം മുൻപ് ഒരു കോബ്രായുടെ മേളിൽ പദ്മാസനത്തിൽ ഇരിക്കുന്ന ഒരു വിഗ്രഹം ബൈബിൾ കോളേജിന്റെ ക്യാമ്പസിൽ സ്ഥാപിച്ചു. അത് യേശുക്രിസ്തു ആയിരുന്നു. യേശുക്രിസ്തുവിന്റെ ഒരു വിഗ്രഹമായി. അത് പിന്നെ വലിയ ബഹളം ഉണ്ടായി കഴിഞ്ഞ് അത് ക്യാമ്പസിൽ ഫ്രണ്ടിൽ വെച്ചിരുന്നിടത്തുനിന്ന് എടുത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെച്ചു. എന്നാൽ ആ വിഗ്രഹം അത് നശിപ്പിച്ചില്ല. എക്യൂമെനിസത്തിന്റെ റിസൾട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത രീതിയിലുള്ള കൂട്ടുകെട്ട്, അത് വിവാഹത്തിൽ കൂടെയാകാം, ഫ്രണ്ട്ഷിപ്പിൽ കൂടെയാകാം, ചർച്ച് യൂണിയനിൽ കൂടെയാകാം, ഇതിൽ എന്തായി കഴിയും അത് ഫൈനലി മനുഷ്യനിർമ്മിത ചടങ്ങുകളിലേക്കും വിഗ്രഹാരാധനയിലേക്കും നടത്തുന്നു എന്ന് ഞാൻ ഓർപ്പിക്കണം. ഈ കൂട്ടുകെട്ട് പല രീതിയിലാകാം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർക്കും. എല്ലാ തലമുറയിലും ദൈവജനം ഇത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഗലാത്യ ലേഖനത്തിന്റെ സന്ദേശം ഇന്നത്തേക്ക് വളരെ റിലവന്റ് ആണ്. ഇത് ദൈവവചനത്തിൽ മറ്റു പലയിടത്ത് ഇതേ കാര്യം ഓർപ്പിച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 11:3 പറയുന്നത്, 2 കൊരിന്ത്യർ 11:3, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയോടും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ എല്ലാം ഗലാത്യയിലും ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂട്ടുകെട്ട്, ആവശ്യമില്ലാത്ത ഫെലോഷിപ്പ്. പരീക്ഷ മതക്കാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള വിശ്വാസികളുമായിട്ട് ആദ്യമേ കൂട്ടുകെട്ടുണ്ടാക്കി അവരെ സ്വാധീനം. ഇത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണെന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. അവിടെ 2 വാക്കുകൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഉപായത്താൽ. 2, ചതിച്ചു. ചതിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം അത്ര എളുപ്പമല്ല. നമ്മൾ ഈ ഉപായം, നമുക്കെതിരെ ഉപായം, അത് ഓരോരുത്തർ ശ്രമിക്കുമ്പോൾ ആ സ്റ്റേജിൽ വെച്ച് തന്നെ അതിനെ മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കണം, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അക്കാര്യത്തില് യോസേപ്പും ശിംശോനും 2 ഓപ്പോസിറ്റ് ഉദാഹരണങ്ങളാണ്. യോസേപ്പിന് വളരെയധികം കഷ്ടം സഹിക്കേണ്ടി വന്നെങ്കിലും യോസേപ്പിനെ ആ സ്ത്രീ മോഹിക്കാൻ ട്രൈ ചെയ്തപ്പോൾ യോസേപ്പ് ഓടി. അതുകൊണ്ട് യോസേപ്പിന്റെ ജീവിതത്തിൽ അൾട്ടിമേറ്റ്ലി ഒരു കുറ്റവും കണ്ടു. ശിംശോൻ ആദ്യ തൊട്ടേ തനിക്ക് സ്ത്രീ വിഷയത്തിൽ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യാന്തം തന്റെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉപായത്താൽ ആരെങ്കിലും ചതിക്കുന്നതിന് മുൻപ് തന്നെ ആ ഉപായം മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് മാറി. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8
ഈ ഉപായത്തിന്റെ ഒരു ഉദാഹരണം നൽകും. കൊലോസ്യ ലേഖനം 2:8 നാം വായിക്കുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കും. ഒരു കാര്യം വ്യക്തമാണ്, വിശ്വാസികളെ കൃപയുടെ സന്ദേശത്തിൽ തെറ്റായ വഴിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഏതെങ്കിലും രീതിയിലുള്ള ഉപായമുണ്ടാകും. അത് ശിംശോന്റെ ജീവിതത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്നും പറഞ്ഞ് ആ സ്ത്രീ കിടന്ന് കരഞ്ഞ് ഫൈനലി ശിംശോൻ തന്റെ മനസ്സിലുണ്ടായിരുന്നത് പറഞ്ഞു കൊടുത്തു. അത് ശിംശോന്റെ ലൈഫില് അതൊരു നാശത്തിന് കാരണമായി. ലൈഫിന്റെ എൻഡിൽ കുറെ പേരെ കൊന്നു എന്ന് പറഞ്ഞാലും താൻ ചെയ്തത് തെറ്റായിരുന്നെന്നുള്ള ദൈവവചനം വ്യക്തമാക്കും. ഉപായം പല രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അത് നാം അതിൽ ഒരെണ്ണം കൊലോസ്യ ലേഖനം 2:8 പറയുന്നത് തത്വജ്ഞാനം വെറും വഞ്ചന. ഇത് രണ്ട് വേറെ വേറെ കാര്യമാണ്. ഇംഗ്ലീഷിൽ ഫിലോസഫി ആൻഡ് MTD, അത് മലയാളത്തിൽ രണ്ട് വാക്കായിട്ടാണ്. തത്വജ്ഞാനം വെറും വഞ്ചന. തത്വജ്ഞാനത്തിൽ കൂടെ ധാരാളം വഞ്ചന നടക്കും. വേർപാട് സഭയിൽ തന്നെ തത്വജ്ഞാനത്തിന്റെ പശ്ചാത്തലമുള്ള ആളുകൾ അവരുടെ തത്വജ്ഞാനം ഉപയോഗിച്ച് ധാരാളം വേർപാടുകാരെ വഴി തെറ്റിച്ചിട്ടുണ്ട്. വെറും വഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴമ്പൊന്നുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ തെറ്റിപ്പിക്കുക. അതിലാണ് കർണരസമാകുമാറുള്ള പ്രസംഗങ്ങൾ വരുന്നത്. വെറും വഞ്ചനയാണ്. അത് കേട്ട് വലിയ ഒരു മനസ്സില് ഒരു ഹർഷോന്മാദം ഉണ്ടായി കഴിഞ്ഞ് വലിയ അനുഗ്രഹമായിരുന്നെന്ന് പറയുന്ന വിശ്വാസികളോട് ആ വ്യക്തി പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം എന്ത് എന്ന് ചോദിക്കുമ്പോഴാണ് രത്നച്ചുരുക്കമൊന്നുമില്ല, വലിയ ഹർഷോന്മാദം ഉണ്ടായി, രത്നച്ചുരുക്കമൊന്നുമില്ല. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു വേർപാട് മാസികയിലെ എഡിറ്റർ എന്നോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു സായിപ്പ്, പിന്നെ നമ്മള് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നവരാണെന്നുള്ളത് അതുകൂടെ ഓർപ്പിച്ചു പോകാം. സായിപ്പ് വന്ന് തമിഴ്നാട് ഏരിയയിലും കേരളത്തിലെല്ലാം വലിയ പ്രസംഗമായിരുന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് സായിപ്പ് പ്രസംഗിച്ച പ്രസംഗം കൊണ്ട് വലിയ അനുഗ്രഹമാണെന്നും പറഞ്ഞ് ഡസൻ കണക്കിന് ആളുകൾ ഈ സഹോദരനോട് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ആ പ്രസംഗത്തിന്റെ ഒരു രത്ന ചുരുക്കം ലേഖനമായിട്ട് തരാൻ ഈ അങ്കിള് അഭ്യർത്ഥിച്ചതിനനുസരിച്ച് അവർ അവരുടെ പ്രസംഗത്തിന്റെ ഒരു രത്ന ചുരുക്കം കൊടുത്തു. അപ്പം 100 കണക്കിന് മലയാളികളും തമിഴ്നാട്ടിലുള്ള വിശ്വാസികളും അനുമോദിച്ച ഒരു പ്രസംഗം ആയതുകൊണ്ട് അങ്കിൾ അത് വായിച്ചില്ല. സാധാരണ എല്ലാ കാര്യവും ചിത്രാന്വേഷണം ചെയ്തിട്ട് മാത്രം പബ്ലിഷ് ചെയ്യുന്ന ഒരു അങ്കിളാണ്. അത് കൊടുത്തു, പബ്ലിഷ് ചെയ്യാൻ കൊടുത്തു. പബ്ലിഷ് ചെയ്ത് പ്രൂഫ് ലെവലിൽ വന്നപ്പോഴാണ് പ്രൂഫ് റീഡിങ് ചെയ്തതില് ഫൈനൽ പ്രൂഫ് റീഡിങ് ചെയ്ത ഒരു വിശ്വാസിയാണ്. പുള്ളി അങ്കിളിനോട് വിളിച്ചു, ഇത് എന്താ അങ്കിളെ, ഇതാന്നോ ലേഖനം, അങ്കിൾ ഇത് വായിച്ചതാന്നോ? അന്നേരമാണ് അങ്കിൾ അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്രസംഗത്തിൽ യാതൊരു കഴമ്പുമില്ല. ചൈനയിൽ പെൺകുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി കാട്ടിലിടുകയാണ്, വന്യമൃഗങ്ങൾ തിന്നുകയാണ് എന്നുള്ള ഒരു കാര്യത്തെ എടുത്ത് അതിനെ ക്രിസ്ത്യവൽക്കരിച്ച് അതായിരുന്നു സായിപ്പിന്റെ പ്രസംഗം. കേരളത്തിലും തമിഴ്നാട്ടിലും മുഴുവൻ പ്രസംഗിച്ച പ്രസംഗം അതായിരുന്നു. എല്ലാവരും റിപ്പോർട്ട് ചെയ്ത വലിയ അനുഗ്രഹമാണ്. അതാണ് വെറും വഞ്ചന, അല്ലെങ്കിൽ empty words, empty deceit. കേൾക്കുന്നവർക്കെല്ലാം വലിയ ഹർഷോന്മാദമാണ്. അതിൽ എന്താ ദൈവവചനം, അതിൽ എന്താണ് പ്രബോധനം, അതിൽ എന്താണ് ഉപദേശം, എന്താണ് ഗുണീകരണം? അത് ചോദിക്കുമ്പോഴാണ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഉപദേശമില്ല, പ്രബോധനമില്ല, ഗുണീകരണമില്ല. ദൈവവചന, ഇത് കൊലോസ്യ ലേഖനം ദൈവാത്മാവിന്റെ വചനമാണ് ഓർപ്പിക്കുന്നത്. തത്വജ്ഞാനത്തിൽ കൂടെ ചിലർ നമ്മളെ വഞ്ചിക്കുമ്പോൾ വെറും വാക്ചാതുര്യം ഉപയോഗിച്ച് മറ്റു ചിലർ വഞ്ചിക്കും. അതിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. ലോകത്തിലെ ആദ്യ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനുള്ള വിജാതിയർക്ക് ചേരുന്നതാണ്, വിശ്വാസിക്ക് ചേരുന്നതല്ല. എന്നാൽ വിശ്വാസികൾ വീണുപോകും. 2 പത്രോസ് 2:1 നമ്മളെ ഓർപ്പിക്കുന്നത്, 2 പത്രോസ് 2:1, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. ദൈവജനം മനസ്സിലാക്കേണ്ടത് ഈ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നവർ പുറത്തുനിന്ന് വരുന്ന ആളുകളല്ല. യഹോവാസാക്ഷിക്കാര്, സാബത്തുകാര്, കത്തോലിക്കര്, ഇവരല്ല വന്ന് നമ്മുടെ ആളുകളെ കൺഫ്യൂസ് ചെയ്യും. നമ്മുടെ ആളുകൾ തന്നെയാണ്. കാരണം കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. യൂദായുടെ ലേഖനം കംപ്ലീറ്റ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവർ എന്താണ് പ്രസംഗിക്കുന്നത്? നമ്മുടെ മധ്യയുള്ള ആളുകളുടെ കാര്യം. അവരെന്താണ് പ്രസംഗിക്കുന്നത്? അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച്
തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവർക്ക് ശീഘ്രനാശം ഉണ്ടാകും എന്നുള്ളത് സത്യമാണെങ്കിലും അവർ എന്താണ് നമ്മുടെ മധ്യ ഉള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് അവരെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുകയാണെന്ന് ദൈവവചനം ഓർപ്പിക്കും. ധാരാളം ഇങ്ങനെയുള്ള ആളുകൾ വേർപാട് പ്രസ്ഥാനത്തിലുണ്ട് എന്ന് ദൈവജനം മനസ്സിലാക്കും. മത്തായി 24:24 കർത്താവ് പറഞ്ഞു ഒരു കാര്യമുണ്ട്. മത്തായി 24:24 കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ്, ഇനിയുമാണ് ഏറ്റവും സീരിയസ്, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. വൃതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട, കർത്താവിൽ കൂടെ രക്ഷ പ്രാപിച്ച് ഭയഭക്തിയോടെ ജീവിക്കുന്ന ആളുകൾ കഴിയുമെങ്കിൽ അവരെ പോലും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുമെന്ന് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നു. 1 യോഹന്നാൻ 4:1 നാം കാണുന്നത് ഇതൊരു ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ദൈവവചനത്തിൽ ഇത്രയധികം ഭാഗത്ത് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത്. പറഞ്ഞ എല്ലാം ഒന്നും വെക്കുന്നില്ല, തെരഞ്ഞെടുത്ത് ചിലത് മാത്രമേ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. ദൈവവചനം എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് അത്രയധികം നാം സൂക്ഷിക്കണം. 1 യോഹന്നാൻ 4:1 നാം വായിക്കുന്നത്, 1 യോഹന്നാൻ 4:1, പ്രിയമുള്ളവരെ, പ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. നമ്മൾ വളരെ കെയർഫുള്ളി നമ്മുടെ മധ്യയുള്ള ടീച്ചേഴ്സിനെ പോലും അവർ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ പോലെ നമുക്ക് തോന്നിയാൽ ഉടനെ നാം ഇത് ഇങ്ങനെ തന്നെ എന്ന് ചോദ്യം ചെയ്യും. ബെരോയയിലുള്ള വിശ്വാസികളാണ് നമ്മുടെ അതിനുള്ള മാതൃക. എനിക്ക് പല സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ബൈബിൾ സ്കൂൾസിന്റെ ചില അസോസിയേഷൻസ് ഉണ്ട്. ഇന്ത്യയിലുള്ള സുവിശേഷ വിഹിത ബൈബിൾ സ്കൂൾസ് എല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന ചില അസോസിയേഷൻസ് ഉണ്ട്. ഞാൻ പത്തനംതിട്ട ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. ബൈബിൾ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് അങ്ങനെയുള്ള മീറ്റിംഗ്സിൽ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പലരെ, യു ആർ എ ബ്രദറൻ അല്ലേ? യെസ്, ഐ എം എ ബ്രദറൻ. നിങ്ങളുടെ സഭകളിൽ പെണ്ണുങ്ങൾക്ക് ശുശ്രൂഷ ഒന്നുമില്ല അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, പെണ്ണുങ്ങൾക്ക് ശുശ്രൂഷ ഇല്ലെന്ന് പറയുന്നത് അത് അസത്യമാണ്. ഞങ്ങളുടെ സഭകളിൽ പെണ്ണുങ്ങൾക്ക് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഉണ്ട്. പിന്നെ സഭ നയിക്കാനോ പുരുഷനെ പഠിപ്പിക്കുന്നതായ ശുശ്രൂഷകളില്ല. സഭ നയിക്കുന്ന പുരുഷന്മാരാണെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയാം. അതുപോലെ പുരുഷനെ പഠിപ്പിക്കാൻ പാടില്ലെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയാം. ഈ രണ്ട് കാര്യം അല്ലാതെ സ്ത്രീകൾക്ക് എന്തെല്ലാം കാര്യങ്ങള് ഒരു സഭയിൽ ചെയ്യാൻ സാധിക്കും, അതൊന്നും ഞങ്ങൾ നിഷേധിക്കാറില്ല. അങ്ങനല്ല, സ്ത്രീകൾ പഠിപ്പിച്ചാൽ എന്നാ പ്രശ്നം, അവർ പഠിപ്പിക്കുമ്പോ പുരുഷന്മാരെ ഇരുന്ന് ഒന്ന് അവരുടെ അണ്ടറിൽ കേട്ടാൽ എന്നാ. അപ്പൊ ഇനിയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പം ദൈവവചനം എന്താ പറയുക? ഞാൻ സാധാരണ മറു ചോദ്യം ചോദിക്കും. വിശുദ്ധ തിരുവെഴുത്ത് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾ പഠിപ്പിക്കുന്നത് പലർക്കും ഇഷ്ടമാണ്, പഠിപ്പിക്കണം എന്ന് താല്പര്യമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ദൈവവചനം എന്താ പറയുക? അത് ദൈവവചനമല്ല, അത് പൗലോസിന്റെ വചനം. അവർ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് ശോധന ചെയ്യാൻ വേണ്ടി അവർ പറയുന്നത് കേട്ടാൽ മതി. അപ്പം പിന്നെ ഞാൻ മറുചോദ്യം ചോദിക്കാറുണ്ട്, ദൈവവചനത്തിൽ ദൈവത്തിന്റെ വചനവും പൗലോസിന്റെ വചനവും ദൈവാത്മാവിന്റെ വചനവും മനുഷ്യന്റെ വചനവും വെവ്വേറെ ഉണ്ടോ? ബൈബിൾ ദൈവവചനം അല്ലേ? അത് ചോദിക്കുമ്പോഴാണ് അതെങ്ങനെയാ ബൈബിൾ എങ്ങനെയാ ദൈവവചനമായിട്ട് അംഗീകരിക്കുന്നത്? പഴയ നിയമത്തില് ദൈവം ഒരു രക്തപാതകനായ ദൈവമാർ, പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നത് പലതും പൗലോസിന്റെ കൾച്ചറിൽ അധിഷ്ഠിതമായിരുന്നു. ഇതാണ് ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവാൻ ദൈവവചനം പറയും. നമ്മളൊരു 4 ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിച്ചാൽ. ലക്ഷ്യോന്മുഖി എന്ന് പറഞ്ഞാൽ അവർ റിയലി ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ഇത് ദൈവാത്മാവിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ആ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, കാര്യങ്ങൾ വ്യക്തമാകും. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് പബ്ലിക് ശുശ്രൂഷയിൽ എത്ര അവസരങ്ങളിൽ ദൈവവചനം പറയുന്നതിനെ എതിർക്കുന്ന ആളുകളോട് ഇങ്ങനെയുള്ള ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിച്ചതോടെ അവർ അവരുടെ സ്റ്റാൻഡ് എന്ത്
എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. നമ്മളിൽ എല്ലാവരും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, അയ്യോ ദൈവദാസനാണ്, ദുരുപദേശം പഠിപ്പിക്കുന്നവൻ എങ്ങനെയാണ് ദൈവദാസനാകും? അവൻ ദൈവദാസൻ പഠിപ്പിക്കാൻ പാടില്ലാത്തത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ദൈവദാസനോ എന്ന് നാം പരിശോധിച്ചു നോക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയെന്ന് ശോധന ചെയ്യുവീൻ, എന്നിട്ട് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദൈവദാസൻ എന്ന് അംഗീകരിക്കുക, അല്ലെങ്കിൽ സാത്താന്റെ ദാസനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി ദൈവവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ കള്ളപ്രവാചകന്മാരാണ്. പ്രവാചകന്റെ വേഷം ധരിച്ചെങ്കിലും കള്ളപ്രവാചകന്മാരാ. അവര് ദൈവത്തിന്റെ ദാസനല്ല, സാത്താന്റെ ദാസ്. അങ്ങനെ ഗലാത്യർ 3-ാം അധ്യായം 1-ാം വാക്യം ഓർപ്പിക്കുന്നത് കൃപയുടെ സന്ദേശത്തെ വിട്ടുമാറുന്നത് ബുദ്ധിയില്ലായ്മയാണ്. അത് വിട്ടുമാറുന്നത് ഏതാണ്ട് ക്ഷുദ്രപ്രവർത്തനം ചെയ്തതുപോലാണ്. വിശ്വാസികൾ അവരവരെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ക്ഷുദ്രപ്രയോഗമോ ക്ഷുദ്രപ്രയോഗം പോലെ ശക്തിയായ പ്രയോഗങ്ങൾ വിശ്വാസികൾക്കെതിരെ നടക്കുന്നത്. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, വിശ്വാസികൾ അവിശ്വാസികളുമായിട്ട് പ്രേമബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ വിശ്വാസികളുടെ സർവ്വ ബൗണ്ടറീസും ഇല്ലാതാകുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള എത്രയോ വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളാണോ? പേരിന് ക്രിസ്ത്യാനികളാണ്. ഹിന്ദുസാണോ? അല്ല. മുസ്ലിമാണോ? അല്ല. ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന വിശ്വാസികളാണോ? അല്ല. നാം നമ്മെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിധേയപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ മോഹിച്ച് വിശ്വാസത്തിൽ നിന്ന് അകന്നു കൊണ്ടുപോകുന്നത്. പ്രേമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഈ സഭാ ഐക്യം എന്നും പറഞ്ഞ ഒരു ഓമന പേരില് ഒരു പ്രസ്ഥാനം നമ്മുടെ മധ്യമുണ്ട്. സഭാ ഐക്യത്തിൽ അവർ പറയുന്നത് നമ്മളെല്ലാം ഒന്നാണെന്നാണ്. അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മാതാവേ എന്ന് പറയുന്ന ആളുകളും ഈ ആകാശത്തിന് കീഴിൽ വേറൊരു നാമം, രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമം ഇല്ലെന്ന് പഠിപ്പിക്കുന്ന നമ്മളും എല്ലാം ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുക? അങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിലെ ദൈവമായ അപ്പിസ് അല്ലെങ്കിൽ കാളക്കുട്ടിയെ ആരാധിച്ചതുപോലെ എവൻച്വലി ക്രമാനുഗതമായിട്ട് നമ്മൾ അങ്ങനെയുള്ള കാളക്കുട്ടിയുടെ ആരാധനയിൽ ചെന്നു ചേരും എന്നുള്ള കാര്യം ഞാൻ ഓർത്തു. 2-ാം ഭാഗം, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 2-ാം ഭാഗം. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, 1-ാം അധ്യായത്തിൽ സോഫ്റ്റ് ആയിട്ട് വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2-ാം അധ്യായത്തിലും ഏറെക്കുറെ സോഫ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 3-ാം അധ്യായം വന്നതോടെ സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല, വളരെ കർശനമായിട്ടാണ് ദൈവവചനം അവരോട് സംസാരിക്കുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ ബുദ്ധിഹീനരെന്നും ക്ഷുദ്രപ്രയോഗം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ് 2-ാമത്തെ വാക്യം പറയുന്നത്, 1-ാമത്തെ വാക്യം അങ്ങനെ പറഞ്ഞ് 2-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയിട്ടാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പശ്ചാത്തലം ഒരുക്കിയതിന്റെ മറ്റൊരു ഉദാഹരണമാണ് നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് ദാവീദിനോട് സംസാരിക്കും. വേദപുസ്തകത്തിൽ വേറെയും പല ഉദാഹരണങ്ങളുണ്ട്. പെട്ടെന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. നാം തെറ്റിൽ നടക്കുന്ന ഒരു വ്യക്തിയെ തിരുത്തണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ആശയവിനിമയം ചെയ്യുന്നതിന് ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്, ഒരു രീതിയുണ്ട്. അത് ഗലാത്യ ലേഖനം വ്യക്തമാക്കും. അപ്പൊ ആദ്യത്തെ 2 അധ്യായത്തിൽ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു, പിന്നെ ഹാർഡായിട്ടാണ് ദൈവവചനം പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ? ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരുന്നത്, അപ്പൊ നിങ്ങള് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ആചരിച്ചു വന്ന സമയത്ത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ലഭിച്ചില്ല? ഗലാത്യയിലെ കൃപയുടെ സുവിശേഷം എത്തിച്ചേർന്നു കഴിഞ്ഞ് ആ കൃപയുടെ സുവിശേഷത്തെ ഗലാത്യയിലുള്ള ആളുകൾ അംഗീകരിച്ച് രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാണ് അവരുടെ മധ്യേ ദൈവാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയെന്നുള്ള ഗലാത്യയിലുള്ള ഏറ്റവും എളിയ സഹോദര സഹോദരിമാർക്കും അറിയാമല്ലോ. ദൈവാത്മാവ് അവരുടെ മധ്യേ പല രീതിയിലുള്ള അത്ഭുതങ്ങളിൽ കൂടെ ഈ പറയുന്നത് കൃപയുടെ സന്ദേശം, ഇത് ദൈവാത്മാവിന്റെ സന്ദേശമാണെന്ന് കൺഫേം ചെയ്തല്ലോ. അപ്പൊ ന്യായപ്രമാണത്തിൽ കൂടെ ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു സന്ദേശത്തിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ന്യായപ്രമാണം ആചരിച്ച് നടന്ന സമയത്ത് തന്നെ ദൈവാത്മാവ് ഈ അത്ഭുതങ്ങളെല്ലാം കാണിച്ച് ഇതാണ്, ഇതിൽ കൂടെയാണ് ആത്മാവ് ലഭിച്ചതെന്നുള്ളത് ദൈവാത്മാവ് തെളിയിച്ചേനേമല്ലോ. തെളിയിച്ചോ? ഒരു ഗലാത്യനും പറയാൻ സാധിക്കത്തില്ല അവർ പഴയ നിയമത്തിലെ
ന്യായപ്രമാണം ആചരിച്ച് നടന്ന സമയത്ത് ദൈവാത്മാവ് അവരുടെ മധ്യേ വന്നെന്നോ അവരിൽ വന്ന് വസിച്ചെന്നോ ആർക്കും പറയാൻ സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിന് ഈ സുവിശേഷത്തിലോട്ട് തിരിഞ്ഞു? ന്യായപ്രമാണത്തിൽ കൂടെ അവർക്ക് ആത്മാവിന്റെ ദാനം ലഭിച്ചിരുന്നെങ്കിൽ പിന്നെ എന്തിന് ഈ സന്ദേശത്തിലേക്ക് തിരിഞ്ഞു? ഈ ബ്ലണ്ട് ചോദ്യം ഡയറക്ട്ലി ചോദിക്കുമ്പോൾ ഓണസ്റ്റ് ആയിട്ടുള്ള ഏത് ഗലാത്യ വിശ്വാസിയാണ്? അത് കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവാത്മാവ് ഗലാത്യ വിശ്വാസികളുടെ മധ്യേ പ്രവർത്തിച്ചത്, തന്റെ അത്ഭുതങ്ങൾ കാണിച്ചത്, തന്റെ വിശ്വാസികൾക്ക് ആത്മാവ് ലഭിച്ചത് എന്ന് അവർ സമ്മതിച്ചേ പറ്റൂ. ഓണസ്റ്റ് ആയിട്ട് സമ്മതിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ദൈവാത്മാവ് ബ്ലണ്ടായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കാൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ ലക്ഷ്യോന്മുഖിയായ ചോദ്യം എന്നൊരു കാര്യം പറഞ്ഞു. ദൈവവചനം ആവർത്തിച്ചുപയോഗിക്കുന്ന ആശയവിനിമയത്തിന്റെ ഒരു രീതിയാണ് ലക്ഷ്യോന്മുഖിയായ ചോദ്യം. ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ച് കേൾക്കുന്നവരെ അല്ലെങ്കിൽ മറുപടി പറയുന്നവരെ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി വളരെ കെയർഫുൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നതാണ് ലക്ഷ്യോന്മുഖിയായ ചോദ്യം. കൈസർക്ക് കരം കൊടുക്കുന്നത് ഉചിതമോ എന്ന് ചോദിച്ചു വന്നപ്പോൾ ഒരു നാണയം കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. ഇതിലുള്ള പടം ആരുടെ? അതിൽ ലക്ഷ്യോന്മുഖിയായ ചോദ്യമാണ് കൈസറുടേത്. അത് കഴിഞ്ഞ് പിന്നെ കർത്താവിന്റെ മറുപടി ബ്ലണ്ട് ആയിരുന്നു. കൈസർക്കുള്ള കൈസറിന്, ദൈവത്തിനുള്ള ദൈവത്തിന്. ഇത് കൈസറുടെ ആണെങ്കിൽ കൈസർക്കുള്ള കൈസറിന് കൊടുക്കും. ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വളരെ കോമൺ ആയിട്ട് കർത്താവ് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. ഒരു യുവധനവാൻ കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് ലക്ഷ്യോന്മുഖിയായ ചോദ്യം ചോദിച്ചു. അവനങ്ങ് ബ്ലൈൻഡ് ആയിരുന്നു. അതുകൊണ്ട് സത്യസന്ധമായിട്ട് അതിന് മറുപടി പറയുന്നതിന് പകരം അവന് സെൽഫ് റൈച്ചസ്നെസ് നിറഞ്ഞ ഒരു മറുപടിയാണ് പറഞ്ഞത്. അത് തന്നെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച പരീശന്റെ ജീവിതത്തിൽ കാണും. സെൽഫ് റൈച്ചസ്നെസ് നിറഞ്ഞ പ്രസ്താവന. കർത്താവ് ലക്ഷ്യോന്മുഖിയായ ചോദ്യം ചോദിച്ചെങ്കിലും അവൻ ആ ലക്ഷ്യത്തിലേക്ക് വന്നില്ല. കാരണം അവന്റെ സെൽഫ് റൈച്ചസ്നെസ് അവനെ ബ്ലൈൻഡ് ആക്കിയിരുന്നു. ആ ആത്മീക അന്ധത ഇല്ലായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ, കർത്താവെ, അടിയൻ ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നടക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ ജഡത്തിന്റെ ബലഹീനതയുടെ കാരണം കൊണ്ട് പലപ്പോഴും അടിയന് തെറ്റുപറ്റും. അങ്ങനെ അവൻ മറുപടി പറഞ്ഞതായിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞേനെ, ജഡത്തിന്റെ ബലഹീനതയുടെ കാരണം കൊണ്ട് പഴയ നിയമം ആചരിക്കാൻ സാധിക്കാത്തത് മനുഷ്യൻ ആത്മാവിനാൽ രക്ഷിക്കപ്പെടാത്ത അല്ലെ രക്ഷ പ്രാപിക്കാത്തത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ കർത്താവോട് ഒരു ലക്ഷ്യോന്മുഖിയായ ചോദ്യം ചോദിച്ചെങ്കിലും അവന്റെ സെൽഫ് റൈച്ചസ്നെസ് അവനെ ബ്ലൈൻഡ് ആക്കിയത് കൊണ്ട് അവൻ അതിന് പ്രോപ്പർ മറുപടി പറഞ്ഞില്ല. നമ്മൾ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു 10% ആളുകൾ സെൽഫ് റൈച്ചസ്നെസിന്റെ കാരണം കൊണ്ട് ശരിയായ ലക്ഷ്യത്തിലേക്ക് കടന്നു വരത്തില്ല. എന്നാൽ അതുകൊണ്ട് 90% ആളുകളെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. നമ്മൾ സുവിശേഷം പറയുമ്പോൾ, അതുപോലെ വിശ്വാസികളോട് ഉപദേശം പറയുമ്പോൾ, വിശ്വാസികളെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ, ദുരുപദേഷ്ടാക്കന്മാരെ തിരുത്തുമ്പോൾ, വിശ്വാസികളോട് അവർ വിശ്വസിച്ചിരിക്കുന്ന ദുരുപദേശമാണ് എന്ന് പറയുമ്പോൾ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആൻഡ് ഇത് എന്റെ മാതൃകയല്ല, ദൈവാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന മാതൃകയാണെന്ന് ഞാൻ ഓർപ്പിക്കും. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ ഇവിടുന്ന് പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും.